പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. ഇന്ന് നമ്മൾ ദണ്ഡവിമോചനത്തെ പറ്റിയിട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, പക്ഷേ ഈ നോമ്പ് കാലത്ത് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. സോ ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. അപ്പോൾ പ്രിയമുള്ളവരെ, ദണ്ഡവിമോചനം വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം എന്താണ് ദണ്ഡവിമോചനം എന്നുള്ളത്. അതിനു മുൻപ് ഈ ദണ്ഡവിമോചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണമെങ്കിലും അതിനു വേണ്ടി കൂടിയാണ് ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ 99% വീഡിയോ ഞാൻ ചെയ്യുന്നതും ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ട് ദൈവകൃപയാൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിത്യജീവൻ എന്നുള്ളത്. ഇതിനപ്പുറത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. ഇത് ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുന്നത് നിത്യജീവൻ ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടത് നരകത്തിലോ സ്വർഗത്തിലോ ഇതിലേതെങ്കിലും ഒന്ന് നിത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. നിത്യമരണത്തിലേക്കോ നിത്യ ജീവനിലോട്ടോ നമ്മൾ പ്രവേശിക്കണം. ഇത് രണ്ടും നമുക്ക് ഇതിലേത് വേണം എന്ന് തീരുമാനിക്കാനുള്ള ഹ്രസ്വമായ കാലയളവാണ് ഈ ലോക ജീവിതം. പക്ഷേ നിർഭാഗ്യവശാൽ 365 ദിവസത്തിൽ 50 ദിവസത്തെ അല്ലെങ്കിൽ 40 ദിവസത്തെ നോമ്പ് കാലത്ത് മാത്രമേ നമ്മളിത് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. മാർപ്പാപ്പ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള വർഷം പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചാൽ ഇന്നത് ലഭിക്കുമെന്ന് പറയുമ്പോൾ മാത്രമേ നമ്മളിവൻ ദണ്ഡവിമോചനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദണ്ഡവിമോചനം, ദണ്ഡനം, അടിക്കുക അല്ലേ, ദണ്ഡവിമോചനം, ദണ്ഡനത്തിൽ നിന്നുള്ള മോചനം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഞാൻ അറിയുകയാണ് ഇങ്ങനൊരു ദണ്ഡനം എന്നെ കാത്തിരിക്കുന്നുണ്ട് മരണശേഷമുള്ള ജീവിതത്തിൽ. കാരണം എൻ്റെ കയ്യിലിരിപ്പ് അതുപോലെയാണ്. അപ്പോൾ ആ ദണ്ഡനത്തിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കാം എന്ന് ദൈവം പറയുമ്പോൾ നമ്മളത് ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളുടെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും ഒരു വ്യക്തി പോകാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയും ശുദ്ധീകരണ സ്ഥലം വഴിയെങ്കിലും സ്വർഗത്തിൽ കയറിപ്പോയാൽ മതിയെന്ന്. ഒരു തവണ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ടുള്ള ഒരാത്മാവിനോട് നിങ്ങളിത് ചോദിച്ചാൽ അവർ പറയും അതിൻ്റെ വേദന എപ്രകാരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ മരണശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡനങ്ങളൊക്കെ അറിയുമ്പോഴേ ഈ ദണ്ഡവിമോചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ഉത്സാഹത്തോടുകൂടെ ആവേശത്തോടുകൂടെ നമ്മൾ ദണ്ഡവിമോചനം സ്വീകരിക്കും. അല്ലെങ്കിൽ മാർപ്പാപ്പ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചാലേ നമ്മൾ പോയിട്ട് സ്വീകരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നോമ്പ് കാലത്ത് മാത്രമേ നമ്മൾ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്. ഇതെല്ലാ ദിവസവും നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ദണ്ഡവിമോചനം 2 തരത്തിലുണ്ട്. ഭാഗിക ദണ്ഡവിമോചനവും പൂർണ്ണ ദണ്ഡവിമോചനവും. ഭാഗിക ദണ്ഡവിമോചനം സ്വീകരിക്കാൻ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ, മാരക പാപ അവസ്ഥയിൽ ആയിരിക്കരുത്. ഓക്കെ. അപ്പോൾ ഭാഗിക ദണ്ഡവിമോചനം ദിവസത്തിൻ്റെ കണക്കിലാണ് ഒരു 10-50 വർഷം മുൻപ് വരെ പറഞ്ഞിരുന്നത്. ഇന്ന് ദിവസത്തിൻ്റെ കണക്കിൽ പറയുന്നില്ല, പകരം പാർഷ്യൽ ഇൻ്റലിജൻസ്, ഭാഗിക ദണ്ഡവിമോചനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത് എത്ര അളവിൽ ലഭിച്ചു എന്നുള്ളതും സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണശേഷം നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ എൻ്റെ എത്ര വരെയുള്ള പാവങ്ങൾ എത്ര ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പം ഈ ദിവസത്തിൻ്റെ കണക്കിലെ ദണ്ഡവിമോചനം നമ്മൾ പറയുമ്പോൾ ഏകദേശം ഇത് മനസ്സിലാവും. അപ്പോൾ ദിവസത്തിൻ്റെ കണക്കിൽ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ എന്ന് ഞാൻ ഒരു തവണ പറയുമ്പോൾ എനിക്ക് 100 ദിവസത്തെ ദണ്ഡവിമോചനം എനിക്ക് ലഭിക്കുന്നു. ഓക്കെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? 100 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ഈ വയസ്സുവരെ ചെയ്തിട്ടുള്ള സകല പാപങ്ങളുടെയും കടങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഇപ്പം മരിച്ചാൽ ഒരു 500 ദിവസത്തേക്കാണ് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരിക എന്നൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്ക് ഏകദേശം അറിയാം, ഓക്കെ, എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ വെച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ എന്ന് ദണ്ഡവിമോചനം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുകയാണ്. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 100 ദിവസത്തെ ദണ്ഡവിമോചനം എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ അതിനർത്ഥം ഈ 500 ദിവസത്തിൽ നിന്നും 100 ദിവസം എനിക്ക് ഇളവ് ചെയ്ത് ലഭിച്ചു. ഇനി 400 ദിവസം ഞാൻ അഥവാ മരിച്ചു പോയാൽ എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് 400 ദിവസം കിടന്നാൽ മതി. ഞാൻ വീണ്ടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ എന്ന് ഞാൻ പറയുമ്പോഴും വീണ്ടും 100 ദിവസത്തെ ഇളവ് ലഭിക്കുന്നു.
ഇനി എനിക്ക് 300 ദിവസം അവിടെ കിടന്നാൽ മതി. അപ്പോൾ ഭാഗികദണ്ഡ വിമോചനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. സത്യത്തിൽ ഞാൻ എത്ര ദിവസം അവിടെ കിടക്കേണ്ടി വരും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഭാഗികദണ്ഡ വിമോചനം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മരണം വരെ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഭാഗികദണ്ഡ വിമോചനം ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ഭാഗികദണ്ഡ വിമോചനം ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന വെച്ച് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലും വാട്സാപ്പ് ചാനലിലും. അത് ബൈ ഹാർട്ടായി പഠിക്കുക. എന്നിട്ടത് രാത്രി വരെ നമ്മളത് ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒരുപാട് തവണ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമ്മൾ ഒരുപാട് തവണ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ കിട്ടുമല്ലോ എന്നുള്ളത്. നമ്മളിത് ക്ലെയിം ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ദണ്ഡവിമോചനം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ നമ്മളിത് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കാം. അപ്പോൾ ഭാഗിക ദണ്ഡവിമോചനത്തിന് മാനദണ്ഡങ്ങളൊന്നുമില്ല. ഒരു മാനദണ്ഡമേ ഉള്ളൂ. കൃപാപരാവസ്ഥയിലായിരിക്കണം, മാരകപാപാവസ്ഥയിലായിരിക്കരുത്. അതുപോലെ എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസം നമുക്കിത് സ്വീകരിക്കാം. അതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എത്ര തവണ സ്വീകരിക്കണം എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ, അയ്യോ ഇനി ഇച്ചിരിയും കൂടി ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോഴാണ് പൂർണ്ണദണ്ഡവിമോചനം വരുന്നത്. പൂർണ്ണദണ്ഡവിമോചനത്തിൻ്റെ പ്രത്യേകത, പൂർണ്ണദണ്ഡവിമോചനം ഇന്ന് സ്വീകരിക്കുന്ന വ്യക്തിയുടെ കടങ്ങളെല്ലാം ദൈവം 0 ആക്കിയിട്ട് ഇളവ് ചെയ്തു തരുന്നു. ആ വ്യക്തി മരിച്ചാൽ ഉടനെ സ്വർഗത്തിലോട്ടാണ്. അപ്പോൾ പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കണം, നല്ല കുമ്പസാരം നടത്തണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. എന്നിട്ട് പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കാനുള്ള പ്രാർത്ഥനയോ പ്രവൃത്തിയോ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കുന്നു. ഒരു ദിവസം ഒരു തവണ മാത്രമേ പൂർണ്ണദണ്ഡവിമോചനം നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം എന്തിനാണ് ഇങ്ങനെ നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പേപ്പർ എടുക്കുന്നു, പേപ്പർ എടുത്ത് നമ്മൾ ക്രഷ് ചെയ്യുന്നു. ക്രഷ് ചെയ്ത് കഴിഞ്ഞ് പേപ്പർ നിവർത്തി പിടിക്കുമ്പോൾ പേപ്പർ ഓൾമോസ്റ്റ് ആ ഷേപ്പിൽ വന്നു, പക്ഷേ ഈ ചുളിവ് മാറിയിട്ടില്ല. ഈ ചുളിവ്, ആത്മാവിലുള്ള ചുളിവുകൾ മാറി പഴയ അവസ്ഥയിലോട്ട് വരാനാണ് നമ്മൾ ഈ ദണ്ഡവിമോചനം സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും അതിനൊരു ടെമ്പററി പണിഷ്മെൻ്റ് ഉണ്ട്. അത് 3 തരത്തിൽ നമുക്ക് ചെയ്തു തീർക്കാം. നമുക്ക് ലഭിക്കുന്ന സഹനങ്ങളിലൂടെ സന്തോഷപൂർവ്വം സഹനം സ്വീകരിച്ച് അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് ഓഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ടെമ്പററി പണിഷ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാം. 2, ഭൂമിയിൽ വെച്ച് നമ്മൾ ദണ്ഡവിമോചനം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാം. 3-മത്തത് നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ചിലർ മടി കാരണം ഇതൊന്നും ചെയ്യാതെ അവസാനം 3-മത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് ഇതിന് പരിഹാരം ചെയ്യാം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ശുദ്ധീകരണ സ്ഥലത്തിലെ സഫറിങ് എന്ന് പറഞ്ഞാൽ. ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഒരു എനിക്കൊന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് റോമ എന്ന് തോന്നുന്നു, ആ വിശുദ്ധ പറഞ്ഞത് ഇപ്രകാരമാണ്: ഓരോ അനുദപിച്ച മാരക പാപത്തിനും ഭൂമിയിൽ വെച്ച് പരിഹാരം ചെയ്തില്ലെങ്കിൽ 7 വർഷത്തെ ശുദ്ധീകരണ സ്ഥലമാണെന്ന് പറഞ്ഞത്. 7 വർഷം. നമ്മളതൊരു ഒരു ഫിക്സഡ് കണക്കാക്കി നമ്മൾ എടുക്കേണ്ട. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യപ്പെടും. ആ വ്യക്തിയുടെ ബോധപൂർവ്വം ചെയ്തതും അങ്ങനെയെല്ലാം വെച്ചിരിക്കും. എന്തെങ്കിലും നമുക്കൊരു ആവറേജ് 7 വർഷം നടക്കാം. ഒരു മാരക പാപം കുമ്പസാരിച്ചു, പക്ഷേ പ്രായശ്ചിത്തം ചെയ്തില്ല. അങ്ങനെ ഒരു തവണ ചെയ്ത വ്യക്തിയാണെങ്കിൽ 7 വർഷത്തെ ശുദ്ധീകരണ സ്ഥലം. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ എത്ര തവണ ഒരേ മാരകപാപം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണക്ക് പോലും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ ഇൻ്റലിജൻസിൻ്റെ ദണ്ഡവിമോചനത്തിന് ഇമ്പോർട്ടൻസ്. സോ ഈ നോമ്പ് കാലം 50 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ ഒരു കടവും ഇല്ലാത്ത രീതിയിൽ വേണം 50-ാം ദിവസം ഈസ്റ്റർ നമ്മൾ സന്തോഷപൂർവ്വം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. മുഴുവൻ പാപകടങ്ങളും ഇളച്ച് കിട്ടിയ ആ വ്യക്തിയെപ്പോലെ സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യണം. സോ ഈ നോമ്പ് കാലത്ത് മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലും ഈ പ്രാർത്ഥനകൾ ബൈഹാർട്ട് പഠിച്ച്, വളരെ സിമ്പിൾ പ്രാർത്ഥനകളാണ്. അത് പഠിച്ച് നമ്മൾ പണിയെടുക്കുമ്പോഴും വീട്ടിൽ നിന്ന് പച്ചക്കറി മുറിക്കുമ്പോഴും നിങ്ങളെ ജോലി സ്ഥലത്ത് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ ചുമ്മാ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ പറയുക, കർത്താവ് ഇന്ന് ഞാൻ ചൊല്ലിയ ഈ പ്രാർത്ഥനകൾ വഴി എനിക്ക് ലഭിക്കാവുന്ന എല്ലാ ദണ്ഡവിമോചനങ്ങളും തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കടങ്ങൾ വീട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭൂമിയിലായതുകൊണ്ടുള്ളൊരു പ്രശ്നം, കടം വീട്ടും തോറും അടുത്ത ദിവസം അടുത്ത കടം വരും എന്നുള്ളതാണ്. പക്ഷേ നോ പ്രോബ്ലം, നമ്മളിത് ചെയ്യുക.
മരണം വരെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരുക്കത്തോടുകൂടി കുമ്പസാരിച്ച് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകണം. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന അങ്ങനെ ഒരു ഹാബിറ്റായിട്ട് അത് വരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കട്ടെ ഈ നോമ്പുകാലം. ഇപ്പം ഞാനിപ്പം സഹനത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് സഹനങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോഴും കുഞ്ഞോ വലുതോ എന്തായിക്കൊള്ളട്ടെ, അതും നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ ഇതിന് ഡബിൾ എഫക്റ്റാണ് വരുന്നത്. നമ്മൾ സന്തോഷപൂർവ്വം ദൈവത്തിന് ഓഫർ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പാപമേഖല, ആ മേഖലയെ സമർപ്പിച്ച ദൈവമേ ഇത് അതിനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പം അതിനും നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് ദിവസങ്ങൾ ദൈവം ഇളവ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേറ ദോവരിസ്തേക്കും ബെനഡിക്റ്റാത്തുൻ മുളിയറിബൂസ് et benedictus fructus ventris tui, Iesus, Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.